അരി കുതിർക്കുക അരയ്ക്കുക ഒന്നും ചെയ്യാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഒരു തേങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരു ടൊമാറ്റോ ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റിയ ഒരു ക്രിസ്പി ദോശയാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് 1/2 കപ്പ് അളവിലുള്ള നമ്മുടെ അവലാണ് എടുത്തിരിക്കുന്നത്. ഇത് കട്ടിയുള്ളതോ ഇല്ലാത്തതോ ഒക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അതൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു കൊടുക്കുന്നത് 1/2 കപ്പ് അളവിലുള്ള കടലമാവാണ്. അതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിങ്ങനെ ഒരു സ്പൂണ് കൊണ്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ടയൊക്കെ ഇതിൽ നിന്ന് മാറി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു 1/4 കപ്പ് അളവിലുള്ള ഉപ്പുമാവ് റവയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു കുഴമ്പ് പരുവത്തിൽ നമുക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഈ വിസ്ക് കൊണ്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും കട്ട ഉണ്ടാകത്തില്ല കേട്ടോ. അതുകൊണ്ട് വിസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇളക്കി കൊടുക്കാൻ നോക്കുക. ഈ രീതിയിൽ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചൊരു അരമണിക്കൂർ വെക്കണം. ഇനി അരമണിക്കൂറിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഇതിങ്ങനെ നല്ല രീതിയിൽ അതായത് നല്ല കുഴമ്പ് പരുവത്തിൽ കിട്ടും. അപ്പം നമ്മുടെ റവയൊക്കെ നന്നായിട്ട് ഇതിനകത്ത് വെള്ളത്തിൽ യോജിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ലൂസാക്കി എടുക്കുക. അതായത് ദോശ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കണം. ഇതുപോലെ ഒഴിച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ അളവിലുള്ള ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മുളക് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുകൂടെ ചേർത്ത് ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇനി ഇതിലേക്ക് ഈ മാവിലേക്ക് ഈ മുളകും അതായത് ഈ ജീരകവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത മല്ലിയില കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. മല്ലിയിലയ്ക്ക് പകരം നിങ്ങളുടെ കൈവശം കറിവേപ്പില ഉണ്ടെങ്കിൽ അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 സ്പൂൺ അളവിലുള്ള കായം പൊടിയാണ് കേട്ടോ. കായപ്പൊടി. ഈ കായപ്പൊടി ഇതിനകത്ത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കിട്ടുന്നത് കേട്ടോ. ഒരു ടേസ്റ്റ് പ്രത്യേകം ആണ് ഇതിൻ്റെ. ഇനി ഈ ചൂടായ തവയിൽ അല്പം നെയ്യൊക്കെ പുരട്ടി ഇതുപോലെ നെയ്യോ അതേപോലെ തന്നെ എണ്ണയോ പുരട്ടിയിട്ട് നമുക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. ഇതേപോലെ കനം കുറച്ച് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. പൊട്ടിയൊന്നും പോകത്തില്ല കേട്ടോ. നല്ല രീതിക്ക് നിൽക്കും ഇത്. അതിനൊരു കുഴപ്പവുമില്ല. ഇനി ഇതിൻ്റെ മേൽഭാഗം ഒന്ന് വലിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതായത് വെള്ളമൊക്കെ ഒന്ന് അബ്സോർബായി കഴിയുമ്പോഴത്തേക്കും കുറച്ച് നെയ്യ് നമുക്കിതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് സാധാരണ ദോശ മറിച്ചിട്ട് നമ്മൾ ഉടനെ എടുക്കുന്ന പോലെയല്ല. ഇത് 2 പ്രാവശ്യം 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മുരിച്ച് എടുക്കണം. മുരിച്ചെടുക്കുമ്പോഴേ അത് ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഞാനത് മുരിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതുപോലെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനതെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ദോശയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് നിങ്ങളുടെ വിലയേറിയ കമൻറ്റും അറിയിക്കണേ.